പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെയിൽസ് അസോസിയേറ്റ് കോഴ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ അവസാന ഭാഗമായ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡാറ്റ, അതായത് കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ കർത്തവ്യങ്ങൾ എന്ന ഈ ഒരു ഭാഗത്തെ പറ്റിയുള്ള ചർച്ചാ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പ് അതിൻ്റെ കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ എങ്ങനെയെല്ലാം സൂക്ഷിച്ചു വയ്ക്കാം, അതേപോലെ തന്നെ ആ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്താണ്. ഈ ഒരു സെഷൻ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട, അതായത് കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയമപരമായ കടമകളെ പറ്റിയും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതും അത് കൈമാറ്റം ചെയ്യുമ്പോഴുമെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്നിവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ഒരു ചർച്ചാ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ പ്രാധാന്യം, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് ഈ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ. ഈ ഡാറ്റ എങ്ങനെയെല്ലാം ശേഖരിക്കാം, എങ്ങനെയെല്ലാം സംരക്ഷിച്ച് വയ്ക്കാം, എങ്ങനെയെല്ലാം അതിനെ ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് ഉപദ്രവം വരുത്താതിരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവൺമെൻറ്റുകൾ ചില ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ സ്വകാര്യത സംരക്ഷിക്കുക, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് പരമാവധി കുറയ്ക്കുക എന്നെല്ലാമാണ്. ഇതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച ഡാറ്റ, വിവരങ്ങൾ, അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ, അത് ശേഖരിക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും അത് കളക്ട് ചെയ്യുമ്പോഴുമെല്ലാം കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കാതിരിക്കുന്ന രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാമെന്നാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം നിയമപരമായ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉദ്ദേശം. എന്തുകൊണ്ടാണ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡാറ്റ, അതായത് കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ നിയമപരമായ രീതിയിൽ തന്നെ ശേഖരിച്ച് വെക്കണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാവുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ വളരെ സെക്യൂർഡായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഡാറ്റ, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച ഡാറ്റ മറ്റുള്ള ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് പലപ്പോഴും കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥാപനത്തിനെതിരെ പരാതിപ്പെടുകയും അത് ഈ റീറ്റെയിൽ സ്ഥാപനത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റീറ്റെയിൽ സ്ഥാപനത്തിന് അവർ നേരിട്ട് സംഘടിപ്പിച്ച ഡാറ്റ വേറെ സ്ഥാപനങ്ങൾക്ക് വിൽക്കാൻ അവകാശമില്ല. ഈ ഡാറ്റ ഈ സ്ഥാപനങ്ങൾ അവരുടെ ബിസിനസ്സിന് പുറമെ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം സർക്കാരുകൾക്ക് ആ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുവാൻ സാധിക്കും. ഈ ഡാറ്റ, കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ വളരെ അക്യുറേറ്റായി സ്റ്റോർ ചെയ്യുകയും കൃത്യം വ്യവസ്ഥാപിതമായ രീതിയിലൂടെ മാത്രം അത് ഉപയോഗിക്കുകയും ഇതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി കൃത്യമായ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യേണ്ടത്
ഒരു റീറ്റെയിൽ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റീറ്റെയിൽ സ്ഥാപനത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു പ്രൊഡക്ഷൻ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുമ്പോഴും ആ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുമ്പോഴുമെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ശേഖരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ ഡാറ്റ അത് ശരിയായ രീതിയിൽ തന്നെ ശേഖരിച്ചതും ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടതുമാകണം. ഉദാഹരണത്തിന്, ഒരു കാർ ഡീലർഷിപ്പിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഉണ്ടാകും, അവരുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാകും. ആ ഡാറ്റ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ആ ഡാറ്റ വേറെ ഏതെങ്കിലും സ്ഥാപനം കൈവശപ്പെടുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് സ്വന്തം നേരിട്ട് കളക്ട് ചെയ്തല്ലാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ അനധികൃതമായി ശേഖരിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഡാറ്റ നിയമപരമായ നിലനിൽപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ ലഭിക്കുന്ന ഡാറ്റ നിയമപരമായി അല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അതിനെ ഈ റീറ്റെയിൽ സ്ഥാപനം കൂടി ഉത്തരവാദിയാകും. ഓക്കെ. അതോടൊപ്പം തന്നെ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഈ ഡാറ്റ ലഭിച്ചത് ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന്, ഒരു വാറണ്ടി ക്ലെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട് ലഭിച്ച കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ വേറെ ബിസിനസ് ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. നാലാമതായി, പേഴ്സണൽ ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർ, വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സേഫ് ആൻഡ് സെക്യൂർ ആയി സൂക്ഷിക്കേണ്ടതാണ്. ആ ഡാറ്റ, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച ഡാറ്റ അക്യുറേറ്റ് ആവണം, അത് പൂർണ്ണമാകണം, അതുപോലെ അതിൽ അപ് ടു ഡേറ്റ് ആകണം. അതായത് ലേറ്റസ്റ്റ് വിവരങ്ങൾ പോലും അതിൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച ഡാറ്റ അക്സെപ്റ്റബിളും ഈ തങ്ങളുടെ ബിസിനസ്സുമായി റെലവൻറ്റുമാകണം. അതോടൊപ്പം തന്നെ അത് കൃത്യം ആവശ്യങ്ങൾക്കുള്ള ഡാറ്റ മാത്രമേ ആവശ്യമുള്ളൂ. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു നിശ്ചിത പീരീഡിലേക്ക് മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ആ ലഭിച്ച വിവരങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻറ്റിമേഷൻ അത് ഈ കസ്റ്റമേഴ്സിനും നൽകിയിരിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലീഗൽ റിക്വയർമെൻറ്റ്സ്, അതായത് നിയമപരമായ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയിൽ IT ആക്ട് 2000, അതേപോലെ തന്നെ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872 1872 കോൺട്രാക്ട് ആക്ട്, ഈ രണ്ട് നിയമങ്ങളിലൂടെ ഇൻഫർമേഷൻ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ IT ആക്ട് 2000 കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ, പേഴ്സണൽ വിവരങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ഉള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം, അതുപോലെ തന്നെ പണിഷ്മെന്റ്, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി വിവരിച്ചിരിക്കുന്നു. അതുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നതാണ്. ഒന്ന്, പ്രൈവസി പോളിസി. കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ശേഖരിക്കുന്നതുമായും അത് സൂക്ഷിച്ചു വയ്ക്കുന്നതുമായും അത് കൈകാര്യം ചെയ്യുന്നതുമായും ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രൈവസി പോളിസി ഒരു റീറ്റെയിൽ സ്ഥാപനത്തിന് ആവശ്യമാണ്. കസ്റ്റമേഴ്സിൽ നിന്നും കൈകാര്യം ചെയ്ത ഡാറ്റ തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാമെന്നൊരു അവസ്ഥ പാടില്ല. കൃത്യമായ പ്രൈവസി പോളിസി ഉണ്ടാവുകയും അത് ഈ കസ്റ്റമേഴ്സിൻ്റെ അറിവിലേക്ക് വേണ്ടി ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ഇടേണ്ടതുമാണ്. രണ്ടാമതായി, കസ്റ്റമേഴ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരിൽ നിന്നും റിട്ടേണായ, എക്സ്പ്രസ്ഡ് ആയ കൺസെന്റ്, അതായത് അനുവാദം നേടിയിരിക്കേണ്ടതാണ്. അത് SMS ആയോ ലെറ്റർ, ഇമെയിൽ, അങ്ങനെയുള്ള മാർഗങ്ങൾ വഴിയോ കസ്റ്റമേഴ്സിനും അനുവാദം വാങ്ങി മാത്രമേ
കസ്റ്റമേഴ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ. അതായത് മറ്റുള്ള മാർഗങ്ങളിലൂടെ, വേറെ മാർഗങ്ങളിൽ അവർ അറിയാത്ത രീതിയിൽ, കസ്റ്റമേഴ്സ് അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് എന്തെങ്കിലും മത്സരങ്ങളോ പരസ്യങ്ങളോ ഒക്കെ നൽകി കസ്റ്റമേഴ്സിനെ പ്രലോഭിപ്പിച്ച് കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് തെറ്റായ പ്രവണതയാണ്. മൂന്നാമതായി, ഈ കസ്റ്റമേഴ്സിന് അവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാൻ, തിരിച്ച് പിൻവലിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ അവർ തങ്ങളുടെ വിവരങ്ങൾ ഇനി ഉപയോഗിക്കരുത് എന്നാവശ്യപ്പെട്ടാൽ പിന്നീട് ആ വിവരങ്ങൾ യാതൊരു കാരണവശാലും ഈ റീറ്റെയിൽ സ്ഥാപനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മൂന്നാമതായി, ഈ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അത് ഡിസ്ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു തെറ്റായ പ്രവണതയാണ്. അത്തരം കാര്യങ്ങൾക്ക് കസ്റ്റമർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, റിട്ടേണായി അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിലർക്ക് അത് ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു എഴുതി നൽകിയ ഒരു സമ്മതമില്ലാത്ത പക്ഷം ഒരു റീറ്റെയിലർ യാതൊരു കാരണവശാലും കസ്റ്റമേഴ്സിന്റെ അനുവാദമില്ലാതെ ഈ ഡാറ്റ മറ്റുള്ളവർക്ക് നൽകുകയോ അല്ലെങ്കിൽ പബ്ലിക്കായി ഡിസ്ക്ലോസ് ചെയ്യുകയോ, അതായത് മറ്റുള്ള എല്ലാവരുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ നിയമപരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ടാക്സ് പർപ്പസിനെല്ലാം വേണ്ടി ഡിസ്ക്ലോസ് ചെയ്യേണ്ട സമയത്ത് നിർബന്ധമായും കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ നൽകിയിരിക്കേണ്ടതുമാണ്. ഇതോടൊപ്പം തന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ സേഫായി സൂക്ഷിക്കുന്നതിനും അവരുടെ ഇൻഫർമേഷൻസ് ഇല്ലീഗലായ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ, ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അത് വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായ സെക്യൂരിറ്റി പ്രാക്ടീസസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഫേസ്ബുക്കിൽ ധാരാളം ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങളുണ്ട്. ആ വ്യക്തിപരമായ വിവരങ്ങൾ ഹാക്കേഴ്സ് അത് ഹാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാനുള്ള റീസണബിൾ സെക്യൂരിറ്റി പ്രാക്ടീസസ് എല്ലാ റീറ്റെയിൽ ഓർഗനൈസേഷൻസും ചെയ്യേണ്ടതാണ്. അഞ്ചാമതായി, പേയ്മെന്റ് ഗേറ്റ് വേ, അതായത് പണം കൈമാറ്റം ചെയ്യുന്ന ഗേറ്റ് വേകളിൽ, പോർട്ടൽസുകളിൽ, അതേപോലെ കാര്യങ്ങളിൽ ഈ പണം കൈമാറ്റം നടപ്പിലാക്കാൻ വേണ്ടി നൽകുന്ന ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, CVV നമ്പേഴ്സ്, ഡെബിറ്റ് കാർഡ് നമ്പേഴ്സ്, ഡേറ്റ് ഓഫ് എക്സ്പയറി, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിവരങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളോ വ്യക്തികളോ അനധികൃതമായി കൈക്കലാക്കിയാൽ അത് പലപ്പോഴും കസ്റ്റമേഴ്സിന് വൻ സാമ്പത്തിക നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇല്ലീഗലായി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കസ്റ്റമേഴ്സിന്റെ സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കിയെടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഹാക്ക് ചെയ്തെടുക്കാതിരിക്കാനുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർബന്ധമായും റീറ്റെയിൽ സ്ഥാപനം ചെയ്തിരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന നഷ്ടത്തിന് റീറ്റെയിൽ സ്ഥാപനം ഉത്തരവാദിയാകും. ആറാമതായി, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ റീറ്റെയിൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേർഡ് പാർട്ടീസിന്, മറ്റുള്ള ആളുകൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങളും നയങ്ങളും ഒരു റീറ്റെയിൽ സ്ഥാപനം കൃത്യമായി നോക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഒരു ഉൽപ്പന്നം വാങ്ങുന്ന കസ്റ്റമർ അതിന്റെ വാറന്റിക്കോ സർവീസിനോ വേണ്ടി നൽകുന്ന വിവരങ്ങൾ യാതൊരു കാരണവശാലും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൈമാറാൻ പാടുള്ളതല്ല. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രിക്കോഷൻസ്, അതല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തെല്ലാം എന്നാണ്. കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ റീറ്റെയിൽ സ്ഥാപനങ്ങളും അവരുടെ മാർക്കറ്റിംഗ് നയങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് രൂപീകരിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി, ഏതെങ്കിലും കമ്പ്യൂട്ടറുകളിലോ സെർവറുകളിലോ ഒക്കെയാണ് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് ആക്സസ് ഇല്ലാത്ത രീതിയിൽ, അനധികൃതമായി ആർക്കും ആക്സസ് കടന്നു വരാനും ആ വിവരങ്ങൾ എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കൃത്യമായി പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാതെ യാതൊരു കാരണവശാലും ഈ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ പാടുള്ളതല്ല. 2, മറ്റുള്ള ഔട്ട്സൈഡ് ഉപകരണങ്ങളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇമെയിലോ അതേപോലെ കാര്യങ്ങളിലൂടെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വിവരങ്ങൾ അയക്കുകയാണെങ്കിൽ, ഈ ഡാറ്റ അയക്കുകയാണെങ്കിൽ അത് ഈ ഡാറ്റയെ ഡീകോഡ് ചെയ്യുകയും അത് ഡീകോഡ് ചെയ്ത് മറ്റുള്ളവർക്ക് എൻകോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ അത് വ്യത്യാസപ്പെടുത്തി അയക്കേണ്ടതാണ്. കാരണം ഈ ഡാറ്റ വേറെ ആർക്കെങ്കിലും ലഭിച്ചാലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഈ ഡാറ്റയെ മാറ്റേണ്ടതാണ്. 3, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഡാറ്റയുടെ എല്ലാം ഒരു എക്സ്ട്രാ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ ബാക്കപ്പ് ഇല്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ ഡാറ്റ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നാൽ നമുക്ക് ആ റീറ്റെയിൽ സ്ഥാപനത്തിന് ആ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതേപോലെ തന്നെ ചില സ്ഥാപനങ്ങൾ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ എഴുതിയൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത്തരം ഡാറ്റയെല്ലാം ക്യാബിനറ്റുകളിലും കൃത്യം അടച്ചുറപ്പുള്ള അലമാരകളിലുമാക്കി പൂട്ടി സൂക്ഷിക്കേണ്ടതാണ്. അത് മറ്റുള്ള ആളുകൾക്ക് തുറന്നെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ, അവരെ സംബന്ധിച്ച് ഡാറ്റ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മുൻകരുതലുകളാണ് ഒരു റീറ്റെയിൽ സ്ഥാപനം ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു നോട്ട് തയ്യാറാക്കുക. 2, കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രാധാന്യം എന്താണെന്നതിനെ പറ്റി ഒരു വിവരണം തയ്യാറാക്കുക. നിങ്ങൾ റീറ്റെയിൽ ഷോപ്പുകളിൽ പോവുകയും അവിടെ കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ അവർ ശേഖരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതൊരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റ്. അതിലൂടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ചിലവുകൾ കുറയ്ക്കുവാനും അവരുടെ ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ നിയമപരമായി സർക്കാരുകൾ പറയുന്ന നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ വിവര ശേഖരണം റീറ്റെയിൽ സ്ഥാപനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. സെഷൻ നിയമപരമായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി തന്നുവെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.